Hi, welcome to myclass.com. ഇന്നത്തെ ലെസണിൽ നമ്മൾ നോക്കുന്നത് ഇൻസേർഷൻ സോർട്ടിൻ്റെ സി പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇൻസേർഷൻ സോർട്ടിൻ്റെ അൽഗോരിതം കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതാകുമ്പോൾ അതിൻ്റെ വർക്കിംഗ് പെട്ടെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞ് ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ജസ്റ്റ് നോക്കിയാൽ തന്നെ മതിയാവും. പിന്നെ അത് ബൈ ഹാർട്ട് ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, സോ ദ സ്റ്റാർട്ടിംഗ് വിത്ത് ആഷ് ഇൻക്ലൂഡ്സ് stdio.h വോയിഡ് മെയിനിൽ നമ്മൾ ആവശ്യമുള്ള വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു. ഇൻഡ് n, a of 10, i, j, temp എക്സെട്ര. ഓക്കെ, ദെൻ നമ്മൾ യൂസറിൻ്റെ അടുത്ത് നിന്ന് എത്ര എലമെൻ്റ് ആണ് നമ്മുടെ അരയിൽ ഉള്ളത് എന്ന് നമ്മൾ സ്കാൻ ചെയ്ത് മേടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ 5 ആണെങ്കിൽ നമ്മൾ 5 എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ആ 5 എലമെൻറ്റ്സ് നമ്മളിവിടെ എൻ്റർ ചെയ്യിക്കുന്നു. ഫോർ i equal to 0, i less than n, i plus plus, scanf, percentage d, a of 5. അരയെ മേടിച്ച് വെക്കണമെങ്കിൽ നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യണമല്ലോ. സെയിം 10 എലമെൻറ്റ്സോ 20 എലമെൻറ്റ്സോ ഉണ്ടായെങ്കിൽ നമ്മൾ അത്രയും ടൈംസ് നമ്മൾ ഈ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യും. നമുക്ക് 10 എലമെൻറ്റ്സ് നമ്മുടെ മെമ്മറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇന്നർ ലൂപ്പും ഔട്ടർ ലൂപ്പും ഒക്കെ ആയിട്ടുള്ള ആ ഇൻസേർഷൻ്റെ കറക്റ്റ് ടെക്നിക്ക് ഇവിടെയാണ് വരുന്നത്. നമ്മൾ ഇൻസേർഷനിൽ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് എലമെൻറ്റിനെ എടുക്കും, എന്നിട്ട് അത് സോർട്ടറാന്ന് അസ്യൂം ചെയ്തിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് നോക്കിയിട്ട് അത് കറക്റ്റ് പൊസിഷനിലാണ് നോക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ലൂപ്പിൽ ഒന്നും സംഭവിക്കില്ല, അത് അവിടെ തന്നെ കിടക്കും. പിന്നെ അത് സോർട്ടഡ് ആണ്, ബാക്കിയുള്ള എല്ലാം സോർട്ടഡ് അല്ല എന്ന് വരും. എന്നിട്ട് ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂവിനെ എടുക്കും, എടുത്തിട്ട് ഈ സോർട്ടഡ് പാർട്ടിലപ്പോൾ ഒരു വാല്യൂ ഉണ്ടാവും, അത് വെച്ച് കമ്പയർ ചെയ്യും. എന്നിട്ട് അതിനെ കറക്റ്റ് പൊസിഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ അടുത്ത് അപ്പോൾ രണ്ടെണ്ണം ഇപ്പോൾ സോർട്ടഡ് ആയിരിക്കും, ബാക്കിയുള്ള സോർട്ടഡ് ആവില്ല. അപ്പോൾ മൂന്നാമത്തെ എലമെന്റ് എടുത്തിട്ട് അത് ചിലപ്പോൾ ഈ രണ്ടെണ്ണത്തിന്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും, വാല്യൂ ബേസ്ഡ്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ i 1 തൊട്ടിട്ട് തുടങ്ങണം, കാരണം 0th ഇൻഡെക്സിലുള്ളത് സോർട്ടഡ് ആണെന്ന് ആദ്യം അസ്യൂം ചെയ്യും. അപ്പോൾ ഈ i equal to 1 ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെമ്പ് a of 5 ആക്കി വെക്കും. ഫസ്റ്റത്തെ എലമെന്റ് ടെമ്പ് ആക്കി വെക്കും. എന്നിട്ട് j നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. അപ്പോൾ 0 എന്നാണെങ്കിൽ 0 ആവുന്നവരെ ഈ വൈൽ വർക്ക് ചെയ്യും. അതിൻ്റെ കൂടെ ടെമ്പ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യും. നമ്മൾ പിക്ക് ചെയ്യുന്നത് അഥവാ രണ്ടാമത്തത് ടെമ്പിനേക്കാളും ലെസ് ദാൻ, ടെമ്പാണ് ലെസ് ദാൻ എങ്കിൽ നമ്മൾ പിക്ക് ചെയ്ത ആ ടെമ്പ് ഉണ്ടല്ലോ, ടെമ്പ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a of j ആണ്. ഇത് രണ്ടും ട്രൂ ആണെങ്കിലാണ് ഇത് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പിക്ക് ചെയ്തത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ അടുത്ത ആ ഒരു സെക്കൻഡ് ലൂപ്പിൽ ജെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, വൈൽ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ജെ 0 ആണ്. അതിൻ്റെ കൂടെ ടെമ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂ ആണ്. അത് ലെസ് ദാൻ നമ്മുടെ 0th ഇൻഡെക്സിലുള്ള വാല്യൂ ആണെങ്കിൽ ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ 0th ഇൻഡെക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അപ്പം നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് 0th ഇൻഡെക്സിലുള്ള കൊടുക്കും. ഓക്കെ, എന്നിട്ട് ജെ ഈക്വൽ ടു ജെ -1 ആക്കും. പിന്നെ എന്ത് ചെയ്യും, ജെ +1. അപ്പം ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് നമ്മൾ ടെമ്പ് വാല്യൂ കൊടുക്കും. അങ്ങനെയുള്ള സ്വാപ്പിംഗ് ആണ് ഇൻസേർഷനിൽ നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ അരേ എലമെന്റ്സ് ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അരേ എലമെന്റ്സ് എങ്കിൽ നമ്മൾ ഫസ്റ്റ് i equal to 1 ആകുമ്പോൾ 566 എടുക്കും. അപ്പോൾ നമ്മൾ ജെ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ജെ 0 ആണ്, 0 വരെ പോവാം. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ ടെമ്പ് എടുത്തിരിക്കുന്നത് 566. അപ്പോൾ 566 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതാണ് ടെമ്പ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 34 ആണോ, അല്ല, അങ്ങനെയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇത് 34 തന്നെ നിൽക്കും. ഇനി അല്ല, ഇവിടെ ഇപ്പം 566 ആണ്, ഇവിടെ 34 ആണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇത് വർക്ക് ചെയ്യും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, a of j +1, ജെ 0 ആയിരുന്നു, a of j +1ലേക്ക് എന്ത് ചെയ്യും 566 കൊടുക്കും. എന്നിട്ട് j equal to j -1 ആക്കും. അപ്പം j എന്താ ചെയ്തിട്ടുണ്ട്, ഇപ്പം -1 ആയി, 0 ആയിരുന്നു. അപ്പോൾ j -1 ആകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും, j എന്തായിരിക്കും, -1 ആയി മാറിയിട്ടുണ്ടാവും. ഇനി a of -1 + 1 അഥവാ a of 0 ടെമ്പ് കൊടുക്കും. ടെമ്പിൽ നമ്മൾ എന്താ കൊടുത്തിരുന്നത്, നേരത്തെ എന്തായിരുന്നു, 34 ആയിരുന്നു. അത് നമ്മളവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 34ന് എന്ത് ചെയ്യും, നമ്മൾ a of 0 കൊടുക്കും. അപ്പോൾ ഇതിങ്ങോട്ട് സ്വാപ്പ്. അങ്ങനെയാണ് ആ ഒരു ഇൻസേർഷൻ സോർട്ടിൻ്റെ പ്രോസസ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇങ്ങനെ എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇനിയിപ്പോൾ ഇത് രണ്ടും സോർട്ടഡ് ആണ് എന്ന കൺസിഡറേഷനിൽ ഇത് നോക്കും, ഇത് ഇനി എവിടെയാണ് വരാൻ പോണതെന്ന്. അപ്പോൾ ആക്ച്വലി ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ്. അപ്പോൾ ഇത് ഇവിടെ തന്നെ പ്ലേസ് ആവും. ഇനി ഇത് എവിടെയാണ് വരാൻ പോകുന്നത്, ഇതിപ്പോൾ ലാസ്റ്റിലേക്ക് വരണം. അപ്പോൾ ഇതിനെ 3 ഷിഫ്റ്റ് ചെയ്ത് ഇത് ഇവിടെ എത്തും. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാം നടന്നു കഴിഞ്ഞാൽ നമുക്ക് സോർട്ടഡ് ലിസ്റ്റ് കിട്ടും. അത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു, അത്രമാത്രം. ഫോർ i equal to 0, i less than n -1, i ++, print of a of 5. ഓക്കെ, ഇതാണ് ഇൻസേർഷൻ സോർട്ടിൻ്റെ പ്രോഗ്രാം. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. 5 എലമെന്റ്സ്, 566, 34, 766, 22, 11. ഓക്കെ, അപ്പോൾ എന്തായി, 11, 22, 34, 566, 766. ഓക്കെ, സോർട്ടഡ് ആയി കിട്ടിയില്ലേ, അത്രയേ ഉള്ളൂ.
പ്രോഗ്രാം PDF-ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. കൂടാതെ ഇതിൻ്റെ അൽഗോരിതം ആദ്യം പോയി നോക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കറക്റ്റ് വർക്കിംഗ് കിട്ടും. ആ അൽഗോരിതം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ C പ്രോഗ്രാം ഉണ്ടാക്കാം. ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പ്രോഗ്രാം നോക്കിയിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു.